ಮೊದಲ തുടക്കം ഇന്ന് പ്രസ് മീറ്റ് കൈനിരട്ട് മഹിളാ നേതൃയോഗ നാളെ മുതൽ തന്നെ നമ്മളെ വർക്ക് ഡോർ ടു ഡോർ ക്ಯಾಂಪೇನ್ ಸ್ಟಾರ್ಟ್ ಆವು ರ್ಯಾಲಿ 26ಗೆ ಇನ್ನು ಡಿಫರೆಂಟ್ ಆಗಿ ಬೇರೆ ಬೇರೆ ಪ್ಲಾನ್ಸ್ ಗಳಿದೆ. ಸೊ ವೆನ್ ದ ಟೈಮ್ ಟೇಬಲ್ ನನ್ನ ಲಿಸ್ಟ್ ರೆಡಿ ಆಗಿದ್ದ ಕೂಡಲೇ ನಾನು ಪ್ರೆಸ್ ರಿಲೀಸ್ ಕೊಡ್ತೇನೆ. ನಾನು ರ್ಯಾಲಿ ಜಸ್ಟ್ ಐ ಹ್ಯಾವ್ ನಾನಿವಾಗ ರ್ಯಾಲಿ ಡೇಟ್ ಫಿಕ್ಸ್ ಮಾಡಿದ್ದೇನೆ. ಸೊ ಎಲ್ಲಿಂದ ಎಲ್ಲಿ ತನಕ ಅಂತ ಹೇಳಿ ನಾವು ಫಿಕ್ಸ್ ಮಾಡಲಿಲ್ಲ. ಸೊ ವಿತಿನ್ 2 days ಅದು ನಾನು ಕಳಿಸ್ಕೊಡ್ತೇನೆ. ಯಾಕೆ ನಾವಿಲ್ಲಿ ಮಹಿಳಾ ಲೀಡರ್ಸ್ ಕಾಣ್ತಾ ಇದೀವಲ್ಲ ನಿಮಗೆ, ಇದು നമ്മളെ ഇപ്പൊ വേദി നോക്ക്. ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, സ്റ്റേറ്റ് ലീഡർ ഉണ്ട്, നമ്മളെ എന്റെ ജില്ലാത്തിന്റെ ട്രഷറർ ആണ് വീണ ഷെട്ടി, ലേഡിയാണ് ട്രഷറർ. ജില്ലാ പ്രസിഡന്റ് ലേഡിയാണ്. അതേപോലെ 4 ജില്ലാ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്മാർ 4 വനിതമാരാണ്. ഒരു വൈസ് പ്രസിഡന്റ് വനിതയാണ്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. നമ്മുടെ ജില്ലാ സെക്രട്ടറി മഹിളയാണ്. അതേപോലെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, മഹിളാ ജില്ലാ ജനറൽ സെക്രട്ടറിമാരുണ്ട്. എല്ലാ ലേഡീസ് നമ്മൾ തന്നെ ഇവിടെ കാസർഗോഡ് ജില്ല ഇത്ര ലേഡീസ് ഉണ്ട് ലീഡേഴ്സ് ആയിട്ട്. ഇനി ആര് വേണം, വേറെ പുറത്തത്തെ ആൾക്കാർ വേണമെന്ന് നമുക്ക് അത്ര നിർബന്ധമില്ല. പക്ഷെ എന്നാലും ക്രൗഡ് പില്ലറായിട്ടുള്ള ലേഡിയെ നമ്മൾ വിളിക്കും. ಗೃಹ ಸಂಪರ್ಕ, ರ್ಯಾಲಿ, ಕಾರ್ನರ್ ಮೀಟಿಂಗ್ಸ್, ಹೀಗೆ ಒಂದು ಡಿಫ್ರೆಂಟ್ ಆದಂತ ಪ್ರೋಗ್ರಾಮ್ಸ್ ಗಳನ್ನ ಆರ್ಗನೈಸ್ ಮಾಡ್ಲಿಕ್ಕೆ ಬೇಕಾಗಿ ನಾವು ಇದನ್ನ ಆರ್ಗನೈಸ್ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಬಿಕಾಸ್ ವಿ ದ ಲೇಡೀಸ್, ನಾವು ವಿಮನ್ ಆಗಿದ್ದುಕೊಂಡು ವಿಮನ್ ರಿಸರ್ವೇಶನ್ ಬಿಲ್ಗೆ ಜಾಸ್ತಿಯಾಗಿ ಬೇಕಾಗಿರೋದು ನಮಗೋಸ್ಕರ. ಸೊ ವಿ ವಿಲ್ ಬಿ ಇನ್ ದ ഫീൽഡ്. ഞാൻ വിചാരിച്ചു എന്തപ്പ അരുണിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലല്ലോ എന്ന്. നമ്മൾ ഇന്നലെ ജില്ലത്തിന്റെ 5 കോൺസ്റ്റിറ്റ്യൻസിന്റെ അവലോകന മീറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ ഒരു ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ 5 കോൺസ്റ്റിറ്റ്യൻസിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതായിട്ടുള്ള ബേസിസിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അവലോകന കണക്ക് കൂട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി വരുന്ന ഈ 1 വീക്കിന്റെ ഉള്ളിൽ നമ്മൾ ശക്തി കേന്ദ്ര അടിസ്ഥാനത്തിൽ ഒരു മീറ്റിംഗും അതേപോലെ താഴ്ത്തട്ട് ബൂത്തിന്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടൽ ബൂത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മീറ്റിംഗ് വെച്ച് ഇതായിട്ട് ആ പഞ്ചായത്ത് അടിസ്ഥാനത്തിന് കണക്ക് കൂട്ടൽ ഉണ്ട് നമ്മളെ കയ്യിൽ. പക്ഷെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ താഴ്ത്തട്ടിൽ പോയെങ്കിൽ മാത്രമാണ്. അപ്പൊ ഈ 1 വീക്കിൽ ആ മീറ്റിംഗ് കൂടി കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും റിസൾട്ട് വരുന്നതിന് മുമ്പ് നമ്മളെ കയ്യിൽ ഒരു കണക്ക് കൂട്ടൽ ഉണ്ടാവും. ഒരു കാലത്തും ഒരു മണ്ഡലത്തിലും അങ്ങനെ ആയിട്ടില്ല, ഇനി ആവാൻ പോകുന്നില്ല. ബിക്കോസ് അവിടെ BJPയുടെ പഴയ നേതാവ് ഇന്ന് UDFൽ മത്സരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, സന്ദീപ് വാര്യർ. ഒരു കാലത്ത് സന്ദീപ് വാര്യറിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് BJP പ്രവർത്തകന്മാർ പ്രവർത്തിക്കുന്നില്ല. അത് ഉറപ്പ് 100% ആണ്. ബിക്കോസ് അപ്പൊ പാർട്ടിനെ ദൂഷിച്ചുകൊണ്ട് നമ്മളെ നരേന്ദ്രമോദിജി ദൂഷിച്ച വ്യക്തിക്ക് ഒരു കാലത്തും ജയിപ്പിക്കാൻ വിടില്ല.